ഞാൻ ജീവിക്കുന്ന പ്രദേശം ഒരു ഹൈ റിസ്ക് സോണാണ്, ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണുമാണ് എന്ന് വിചാരിക്കും. ഇത് രണ്ടും ഞാൻ എങ്ങനെയാണ് അറിയുക? അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് നടപടികളാണ്, എന്ത് രീതിയിലാണ് അവിടെ കഴിയേണ്ടത്, എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്, എന്ത് പ്രിപ്പറേഷൻ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സെൻസിറ്റൈസേഷൻ എനിക്കുണ്ടായിട്ടുണ്ടോ? എനിക്കറിയാമോ? ഒരു വാർണിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാമോ? അപ്പോ സ്റ്റേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഏറ്റവും താഴെയുള്ള ജനത്തിന് ഇതുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഒരു ബന്ധമുണ്ടാക്കല്, ഒരു അവയർനെസ് എന്ന് നിങ്ങൾക്ക് പറയാം, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് ഞാൻ വിളിക്കും, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രണ്ട്, ഒരു പ്രദേശം, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ഏത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എടുത്താലും, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് എടുത്താലും, സ്റ്റേറ്റ് തന്നെ എടുത്താലും, കേരളം ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് എതിർക്കാം, സമ്മതിച്ചു. പക്ഷെ സ്റ്റേറ്റ് ഒരു ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ആണെന്നുള്ള അറിവും ബോധവും നമുക്കുണ്ടാവണ്ടേ? ഒരു റിപ്പോർട്ടിൽ വന്നു, അതിന് കുറെ സ്റ്റിപ്പുലേഷൻസ് വന്നു, നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞു. അസംബ്ലി ആണല്ലോ തള്ളിക്കളയുന്നത്. കേരള സ്റ്റേറ്റ് അസംബ്ലി ഒരുമിച്ച് കൂടിയിട്ട് എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് തള്ളിക്കളയുന്നത്, റിജക്ട് ചെയ്തു. അതിലൊരാൾ മാത്രമാണ് അന്ന് വിപ്പുണ്ടായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഇറങ്ങിപ്പോയത്. അതായത് ഈ തള്ളിക്കളയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് പി ടി തോമസ് മാത്രമാണ് അന്ന് ഇറങ്ങിപ്പോയത്. പാവം, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ വേറെ ഒരാൾക്കും ഈ സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു റെജീം നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ ഇംപ്ലിമെന്റേഷൻ നല്ലതായിരിക്കും എന്ന് ആർക്കും തോന്നിയില്ല. അത് നമുക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു, സെൻസിറ്റീവ് ആയിട്ട് ഒരാളെയും ബാധിക്കാത്ത രീതിയിൽ. എന്നാൽ പരിസ്ഥിതി നടക്കുന്നത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ തള്ളി. ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്, ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള പ്ലാനിങ്, കാലാവസ്ഥയെ അതിജീവിക്കുന്ന തരത്തിലുള്ള പ്ലാനിങ് ഏത് തട്ടില് ഏത് നടക്കുന്നത്? നമുക്ക് ഏജൻസീസ് ഉണ്ട്, എൻവയറൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പലതരം ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ഉണ്ട്. പക്ഷെ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കാർബൺ ന്യൂട്രൽ ചെയ്തില്ലേ. കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് നെറ്റ് സീറോ ആക്കാനായിട്ടുള്ള ഒരു നാഷണൽ ഗോളിന്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ഗോളിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന ഒരു ഗോളാണ്. ശരിയാണ്, ആ കാർബൺ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇമ്പാക്ടുകൾ ഗ്ലോബലി ഒരു 10-100 വർഷം കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണെങ്കിൽ പറയാം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ ആൾക്കാരെ റെസിലിയന്റ് ആക്കുന്ന പ്രോസസ് എവിടെയാണ്? അത് മനുഷ്യനെ മാത്രം റെസിലിയന്റ് ആക്കിയാൽ പോരാ, നമ്മളുടെ മണ്ണിനെയും നമ്മളുടെ ഇക്കോസിസ്റ്റംസിനെയും റെസിലിയന്റ് ആക്കും. അപ്പോൾ അത്തരത്തിലൊരു ഇക്കോ റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എവിടെയാണുള്ളത്? കേരളത്തിന് ഒരിടത്തും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല. ഏർലി വാർണിംഗ് സിസ്റ്റംസ്, അതിനുള്ള എൻഹാൻസ്ഡ് മോണിറ്ററിംഗ് വേണം. നേരത്തെ ജംഷഡ് പറഞ്ഞതുപോലത്തെ കുറെ പ്രോസസ്സുകൾ വേണം. അതിനുള്ളൊരു പബ്ലിക് അവയർനെസ് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. അത് ഇല്ല. ലാൻഡ് യൂസ് പോളിസി എന്ന് പറയുന്നത് കേരളത്തിന് അനിവാര്യമായ കാര്യമാണ്. എത്രയോ വർഷം, അതായത് 2010 11 സമയത്താണ് കേരളത്തിലെ ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുമായിട്ട് നമ്മളൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഒരു ഡോക്യുമെന്റ് ഉണ്ടായി. പക്ഷെ സർക്കാരിന്റെ കയ്യിൽ പോയപ്പോഴത്തേക്കും സർക്കാരിന് മുട്ടടി. ആ ലാൻഡ് യൂസ് പോളിസി ഇന്നും എവിടെയോ കിടന്ന് ഡ്രാഫ്റ്റ് ആയിട്ട് കിടന്ന് ദ്രവിക്കുന്നു. യു ഗെറ്റ് മൈ പോയിന്റ്. അപ്പോ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പോട്ടെ, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എടുത്ത് നടപ്പാക്കണം, കേരളത്തിന് ഒരു ലാൻഡ് യൂസ് പോളിസി ആവശ്യമാണ്. അപ്പോ അടുത്ത റിപ്പോർട്ട് സ്റ്റേറ്റ് അത് ആ റിപ്പോർട്ടിനെ എടുത്ത് റീബിൽഡ് കേരള റിപ്പോർട്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം എടുത്തൊക്കെ കളഞ്ഞു. സൗകര്യപൂർവ്വം എടുത്തൊക്കെ കളഞ്ഞു. അപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഗവൺമെന്റിനെ, ഒരു ലോക്കൽ ഗവൺമെന്റിനെ ഈ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു സീരിയസ് എംപവർമെന്റ്. അത് ഒരു സ്കിൽ എംപവർമെന്റ് മാത്രമല്ല, ഫിസിക്കൽ റിസോഴ്സസിന്റെ എംപവർമെന്റ് വേണം. എന്തൊക്കെ എക്യുപ്മെന്റ്സ് എവിടെയൊക്കെ എടുത്ത് എങ്ങനെ രീതിയിൽ ഉപയോഗിക്കണം, അതിനുള്ള ട്രെയിൻഡ് ആൾക്കാർ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഡിസാസ്റ്റർ റെസ്പോൺസ് കാണുന്നുണ്ട്, ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഡിസാസ്റ്റർ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ഇല്ല എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, ജംഷഡ് ഞാനുമായിട്ട് യോജിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. റിസർച്ച് എന്ന് പറയുന്നത് ഡേറ്റ ആവശ്യമാണ്. എല്ലാ പ്രദേശത്തെ കുറിച്ചുള്ള ഡേറ്റ ആവശ്യമാണ്. കഴിയുമെങ്കിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് വെച്ചിട്ടൊരു ഫീഡ്ബാക്ക്, കാരണം ഇവർ ചെയ്യുന്ന പ്രവർത്തനം, അത് ഞാൻ ഹ്യൂംസിന്റെ പ്രവർത്തനവും ഡോക്ടർ അഭിലാഷിന്റെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡോക്ടർ അഭിലാഷ് ആ മെറ്റ്ലാബിൽ നടത്തുന്ന പ്രവർത്തനമൊക്കെ ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. കാരണം
അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ കർഷകർക്ക് ഒരു നൗകാസ്റ്റിംഗ് മോഡൽ ബിൽഡ് ചെയ്ത് തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, വളരെ ക്രിട്ടിക്കലാണ് ഈ ഡേറ്റ. പക്ഷെ നമുക്ക് ഇവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഡേറ്റ ആവശ്യം. കാരണം എത്ര പെയ്തു എന്നുള്ളതിന്റെ അസസ്മെന്റ് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലെ വെതർ സ്റ്റേഷൻസ് ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ മുഴുവനായിട്ട് നടപ്പാക്കും. പക്ഷേ അങ്ങനെ നടപ്പാക്കി ഒരു റെസീലിയൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലും ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രസ്താവനകൾ ഇറക്കി ബാനർ അടിച്ച് ഈ ഇൻകിലാബ് വിളിച്ച് അവസാനിക്കുകയാണ്.